ബേബി മെമ്മോറിയൽ ആശുപത്രികളുടെ വടക്കൻ കേരളത്തിന്റെ അമരക്കാരൻ നിരൂപ് മുണ്ടയാടൻ ഓഗസ്റ്റ് 2 ഞായറാഴ്ച രാത്രി 7 മണിക്ക് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. ഓർമ്മകളിലെ ആദ്യ വിദ്യാലയം, ചുമരില്ലാത്ത സർക്കാർ സ്കൂൾ. 2ാം ക്ലാസ് ഇരിക്കുന്നതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ചാറ്റിലടിക്കാനും നനയാനുമുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ സന്തോഷം. മഴ വരുമ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് മാറി വരുന്നോ എന്ന് പറയുന്ന സത്യം ഭാഷ ഉണ്ടായിരുന്നു, വടകരയുള്ള സത്യം ഭാഷ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ എനിക്കൊന്ന് 2ാമത്തെ ക്ലാസ് റൂമിൻ്റെ അടുത്തുനിന്ന് മാറി പിന്നെ ഭിത്തിയുള്ള 2ഓ 3ഓ ക്ലാസ് റൂമുകളുണ്ട്, പൂർണ്ണമായിട്ട് ഭിത്തി കവറായിട്ട്. ചെറിയ ജനലുകൾ, മരത്തിൻ്റെ അഴികളുള്ള ജനലുകൾ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു നൊസ്റ്റാൾജിക് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ. 5ാം ക്ലാസ്സിൽ KSU, 6ാം ക്ലാസ്സിൽ SFI. ഇത് ഓർമ്മയിലെ രാഷ്ട്രീയം. പഠനത്തിന്റെ വഴിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മാസ്റ്റർ ബിരുദങ്ങളുടെ നീണ്ട നിര. അപകടത്തിൽ ഇരുകൈകളും കാലുകളും നഷ്ടപ്പെട്ട മനുഷ്യൻ അത്യാഹിത വിഭാഗത്തിൽ മരണത്തിന് തൊട്ടുമുൻപ് മനസ്സു തുറന്നപ്പോൾ അമ്പരന്നുപോയ തുടക്കക്കാരൻ. ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ എന്നോട് പറയാം, സംഭവം മട്ടാഞ്ചേരി ഈ മീൻപിടുത്ത വലയിൽ നിന്ന് തെറിച്ചു പോകുന്ന മീനുകൾ പെറുക്കിയിട്ട് വിറ്റിട്ടാണ് ഇയാൾ അന്നത്തെ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഗുണ്ടാ പിരിവ് വളരെ ശക്തമായിട്ടുള്ള കാലമായിരുന്നു. അപ്പം ഈ പിരിവിൽ ഇയാൾ കിട്ടിയ 12 രൂപയും ഇയാളെ കയ്യിലുണ്ടായിരുന്ന ഒരു 50 രൂപയും എല്ലാം കൂടി പിടിച്ച് എടുത്തു കൊണ്ടുപോയി. ഇയാളിപ്പോൾ കൈയുള്ളത് കൊണ്ടാണല്ലോ ഇത് പെറുക്കിയിട്ട് വിൽക്കുന്നത്. ഈ 2 കൈയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ കൊണ്ട് കൈ വെച്ചതാണ്. ഇതിൻ്റെ മുകളിൽ റൺ ഓവർ ചെയ്യുമ്പോൾ ലുങ്കി ഇതിനോട് കുടുങ്ങി ഇയാളൊരു തിരിയൽ തിരിഞ്ഞ് ഫുൾ 2 കൈയും 2 കാലും തെറിച്ച് ഇയാൾ തെറിച്ചുപോയി. 2023 മുംബൈ ആസ്ഥാനമായുള്ള ട്രേഡ് ഫ്ലോക്ക് മാഗസിൻ തിരഞ്ഞെടുത്ത ഇന്ത്യയിലെ മികച്ച ഹെൽത്ത് കെയർ അവാർഡ് ജേതാവ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ആരോഗ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലെ നിറസാന്നിധ്യം. മനുഷ്യർ ആരോഗ്യവാന്മാരായിരിക്കണം, അവർ ആശുപത്രികളിലേക്ക് വരരുത്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആശുപത്രി CEO. അപ്പോൾ നമ്മളിത് സാധാരണ ഒരു പാരസെറ്റമോൾ തീർക്കാൻ പറ്റുന്ന പ്രശ്നത്തിനെ നമ്മൾ കൊണ്ടുപോയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി അത് ഓടിക്കുന്നത് പോലെ എമർജൻസി മെഡിസിൻ ഡോക്ടേഴ്സിനെ വെച്ചിട്ടാണ്. അതിൻ്റെ ഓട്ടത്തിലുള്ള കോസ്റ്റ് തന്നെ അതിഭീകരം. എമർജൻസി മെഡിസിൻ വരുന്ന സമയത്ത് അവർ കണക്കാക്കുന്നത് ഇയാളുടെ പ്രശ്നം കുറച്ച് ഗൗരവമുള്ള പ്രശ്നമാണെന്നും ഇതിന് വേണ്ട എല്ലാ ടെസ്റ്റുകളും ചെയ്യപ്പെടണം എന്നുമാണ്. അപ്പോൾ തലവേദനയായിട്ട് വരുന്ന ആൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് ഇയാളുടെ എല്ലാ തലവേദനയ്ക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യാം. ഓക്കെ, ഇയാൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ, റൂൾ ഔട്ട് ചെയ്യാം. MRI എടുത്തോട്ടെ, എന്നിട്ട് CT എടുത്തോട്ടെ, CT എടുത്ത് മനസ്സിലാവില്ലേ, MRI എടുക്കട്ടെ. MRI എടുത്തിട്ട് മനസ്സിലാവുന്നില്ല, വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് അതും കൂടി നടത്തി ക്ലിയർ ചെയ്ത് എല്ലാ ഡയഗ്നോസ് സർവീസ് ചെയ്തതിന് ശേഷം ഡോക്ടർ പറയാണ് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, നിങ്ങളുടെ തലവേദന ചിലപ്പം ഒരു പാരസെറ്റമോളിൽ തീരുമായിരിക്കും. നിരൂപ് മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് 1/4 നൂറ്റാണ്ടുകാലത്തെ സമാനതകളില്ലാത്ത അനുഭവ സമ്പത്ത്. മറക്കാതെ കാണുക സക്സസ് സ്റ്റോറി.